ജോഷി സൂചിപ്പിച്ചതുപോലെ കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും അതിജീവിച്ചാണ് ഇപ്പോൾ 35 മണിക്കൂർ ഇന്നലെ രാവിലെ 7 മണിക്കാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം സജീവമായത്. 35 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ബെയിലി പാലത്തിന്റെ സവിശേഷതകൾ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്. ഇനി ആ നാടിന് ജീവനാഡിയാകാൻ പോകുന്നത് ഈ പാലമാണ്. അവിടെ ആ നാടിന്റെ വീണ്ടെടുപ്പടക്കം അവിടുത്തെ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കടക്കം ഇനി 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ലോഹ സേതുവായി മാറുകയാണ് ഈ ബെയിലി പാലം. ഇപ്പോൾ മേജർ ജനറൽ VT മാത്യു സഞ്ചരിക്കുന്ന കരസേനയുടെ വാഹനമാണ് ആദ്യമായി ഈ പാലത്തിലൂടെ യാത്ര നടത്തുന്നത്. മേജർ ജനറൽ തന്നെ അതിൻ്റെ ഉറപ്പ് വിലയിരുത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുകയാണ് കേരളത്തിൽ വയനാട് ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ബെയിലി പാലം 35 മണിക്കൂർ എന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. 35 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ്. ഇന്നലെയും പ്രേക്ഷകരോട് പറഞ്ഞതാണ്, മദ്രാസ് റെജിമെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇപ്പോൾ വളരെ വേഗമെന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം ഇതിനു മുൻപ് ബെയിലി പാലം പണിതത് സിക്കിമിലെ ഗാംഗ്ടോക്കിലാണ് 2024 ജൂൺ മാസം. അന്ന് 72 മണിക്കൂർ എടുത്തെങ്കിൽ ഇപ്പോൾ ബെയിലി പാലം പ്രവർത്തന സജ്ജമായിരിക്കുന്നു എന്നതാണ് ഈ നിമിഷം പങ്കുവയ്ക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ്. മദ്രാസ് റെജിമെന്റിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ മലയാളി കൂടിയായ മേജർ ജനറൽ VT മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സൈന്യം പൂർത്തിയാക്കുന്നത്. നമുക്കറിയാം, താൽക്കാലികമായ രക്ഷാപ്രവർത്തനത്തിനോ തെരച്ചിലിനോ മാത്രമല്ല, ഇനി മുണ്ടക്കയിൽ പുതിയൊരു പാലം വരുന്നതുവരെ ഈ പാലമാകും ആ ജനങ്ങൾക്ക് ആശ്രയം, ആ നാടിൻ്റെ വീണ്ടെടുപ്പിലെ ജീവനാടി. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ സർ ഡൊണാൾഡ് ബെഞ്ചമിൻ ബെയ്ലി 2ാം ലോക മഹായുദ്ധകാലത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ അടക്കമുള്ള സഖ്യകക്ഷികൾക്കായി സമ്മാനിച്ച ഏറ്റവും വലിയ സംഭാവന ആ യുദ്ധകാലത്ത് ഈ പാലമായിരുന്നു, ബെയിലി പാലമായിരുന്നു. പിന്നീട് ഇന്ത്യയിലടക്കം ഈ മാതൃക ആവിഷ്കരിക്കപ്പെട്ടു. കൽക്കത്തയിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് സിക്കിമിലെ ഗാംഗ്ടോക്കിലാണ്. അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ദിവസം കൊണ്ടാണ് 72 അടി ദൂരത്തിൽ പാലം സജ്ജമാക്കിയതെങ്കിൽ നമ്മുടെ മുണ്ടക്കയിൽ 85 അടി ദൂരമുള്ള പാലം ഏകദേശം 36 മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നുള്ളതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ നാടുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലം സജ്ജമാക്കിയിരിക്കുന്നു. ഉറപ്പുള്ള ഒരു പാത സജ്ജമാക്കിയിരിക്കുന്നു നമ്മുടെ സൈന്യം. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബെയിലി പാലം ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ്. വളരെ വേഗം അവിടെ തകർക്കപ്പെട്ടത് ആ നാടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. 2024 ജൂലൈ 30 പുലർവേളയിൽ 2 ദിവസങ്ങൾക്ക് മുൻപ് ആ സ്ഥാനത്താണ് ഇപ്പോൾ ബെയിലി പാലം സജ്ജമായിരിക്കുന്നത്. ഇന്നലെ രാവിലെ 7 മണി മുതൽ സജീവമായ നിർമ്മാണം, ഇന്നലെ രാത്രിയും തുടർന്ന ദൃശ്യങ്ങൾ, വാർത്തകൾ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ ഇടവേളകളില്ലാതെ, വിശ്രമമില്ലാതെ നമ്മുടെ പട്ടാളം പണിത ഈ പാലം ഇനി ആ നാടിൻ്റെ സമ്പത്താണ്. പുതിയ പാലം അതുവരെ ആ നാട്ടുകാർക്കും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഈ പാലം ഏറെ സഹായകമാകും. ജോഷ്.